നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗതാഗത നിയമങ്ങൾ തെറ്റിച്ചതിന്റെ പേരിൽ നാടുകടത്തിയിരിക്കുന്നു. 74 പ്രവാസികൾക്കെതിരെയാണ് കടുത്ത നടപടി. ലൈസൻസ് ഇല്ലാതെ കാർ ഓടിച്ചതോ ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ നടത്തിയതോ ആയിരുന്നു നാടുകടത്തപ്പെട്ടവരുടെ നിയമലംഘനങ്ങൾ എന്ന ബ്രിഗേഡിയർ മുഹമ്മദ് അൽ സുബ്ഹാൻ വ്യക്തമാക്കുന്നു. റോഡ് സുരക്ഷാ നിയമങ്ങൾ കൃത്യവും കർശനവുമായി പിന്തുടരുന്ന സ്ഥലമായ കുവൈറ്റ് തുടർന്നും ഇത്തരം നടപടികൾ ശക്തമാക്കുമെന്നും അത് പിന്തുടരുമെന്നുമുള്ള മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. കഴിഞ്ഞ വർഷം നിയമലംഘനത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള നാടുകടത്തലിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കുവൈറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളിൽ പിഴ ചുമത്തപ്പെട്ടവരുടെ കണക്കും ഇവർ പുറത്തുവിടുന്നുണ്ട്. 4.7 ദശലക്ഷം ജനസംഖ്യയുള്ള കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയം പ്രതിദിനം 200 മുതൽ 300 വരെ വാഹനാപകടങ്ങൾ രേഖപ്പെടുത്തുന്നുവെന്നും ഇത് 28 മുതൽ 30 പേർക്ക് വരെ പരിക്കേൽപ്പിക്കുന്നുണ്ട് എന്നുമാണ് ബ്രിഗേഡിയർ അൽ സുബ്ഹാൻ വ്യക്തമാക്കുന്നത്. വാഹനം ഓടിക്കുമ്പോഴുള്ള അശ്രദ്ധ മൂലം 90% അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഈ 2023 കുവൈറ്റിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 296 ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് 284 എന്നും മരിച്ചവരിൽ 14 വയസ്സിന് താഴെയുള്ള 11 കുട്ടികളാണ് ഉൾപ്പെടുന്നതെന്നും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം സീറ്റ് ബെൽറ്റ് നിയമലംഘനങ്ങളും വാഹനം ഓടിക്കുമ്പോൾ കൈകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നതും കണക്കിലെടുക്കുന്ന നിയമലംഘനങ്ങൾ നോക്കുമ്പോൾ 61,553 ആയിട്ടാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപകടങ്ങൾ, നിയമലംഘനങ്ങൾ, മരണങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്നതിനാൽ കുവൈറ്റ് ഗതാഗത നിയമത്തിൽ അടുത്തിടെ ഭേദഗതി വരുത്തേണ്ടി വന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതേസമയം 1976 പ്രാബല്യത്തിൽ വന്ന ട്രാഫിക് നിയമത്തിന് പകരമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പുതിയ നിയമം കുവൈറ്റിൽ ഏപ്രിൽ മുതൽ തന്നെ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് വിവരം. അശ്രദ്ധമായ ഡ്രൈവിംഗ് തടയുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള കർശനമായ പിഴകളും കനത്ത പിഴകളുമൊക്കെയാണ് ഈ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് വിവരം. പുതിയ നിയമപ്രകാരം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള പിഴ 5 KD-യിൽ നിന്ന് 75 KD-ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനുള്ള പിഴ 3 ഇരട്ടിയായിട്ട്, അതായത് 30 KD-ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതിനുള്ള പിഴ KD 30-ൽ നിന്ന് KD 150-ആയി ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചുവപ്പ് സിഗ്നൽ മറികടന്ന് വാഹനം ഓടിക്കുന്നതിനുള്ള ശിക്ഷ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് മറ്റൊരു കുറ്റകൃത്യമായി ഉയർത്തിയിട്ടുണ്ട്. ഈ വർഷം കുറ്റകൃത്യത്തിന് 3 വർഷം വരെ തടവും പരമാവധി KD 1000 പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഹൃദ്രോഗം കഴിഞ്ഞാൽ കുവൈറ്റിൽ മരണത്തിന് രണ്ടാമത്തെ പ്രധാന കാരണമായി മാറുന്നത് വാഹനാപകടങ്ങളാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ പുതിയ നിയമങ്ങൾ ആവശ്യമായി വന്നതെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും പുതിയ നിയമം ഉടൻ തന്നെ വരുമെന്നതാണ് സൂചന.